സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളിന്ന് സംസാരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ആക്ഷേപവും അതിനെ തുടർന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിനെ കുറിച്ചുമാണ്. കലോത്സവ റിപ്പോർട്ടിംഗ് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളുടെ പുതിയ കാലത്തെ റിപ്പോർട്ടിംഗ് രീതികളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ആണോ അഭിപ്രായ പ്രകടനമാണോ നടക്കുന്നത് എന്നുള്ള സംശയം പല ഘട്ടത്തിലും ഉയരുന്നുണ്ട്. ഒരു സംഭവത്തെ അതിനർഹിക്കുന്ന ഗൗരവത്തിനപ്പുറം വളർത്തി വലുതാക്കുന്നൊരു പ്രവണത നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. വസ്തുതയുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് എടുത്തു ചാടുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചും മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ ഉയരുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ട് എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനിടെ ഒരു റിപ്പോർട്ടർ ടെലിവിഷൻ ചാനലിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ ഒപ്പന ടീമിൽ അംഗമായിരുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം നടിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിനെ ശ്ലാഘിക്കുകയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ എഡിറ്റോറിയൽ തലത്തിലെ മുതിർന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അവിടുത്തെ കൺസൾട്ടിംഗ് എഡിറ്ററായ അനിൽകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇരുന്നുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ആ സംസാരത്തിനിടയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തു എന്നുള്ള ആക്ഷേപമായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ബാലാവകാശ കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. ഇപ്പോൾ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ഇൻസൈറ്റിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബാണ്. നമുക്ക് ആദ്യം അന്വേഷിക്കാനുള്ളത്, ഇത് രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻ്റ് ഇതിലുണ്ട്. ഇതെന്താ എത്ര വലിയ കാര്യം? അത് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു നാടകീയത സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം എന്നതിനപ്പുറത്ത് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എനിക്ക് KJ ജേക്കബിനോട് ആദ്യം ചോദിക്കാനുള്ളത് അതാണ്. നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഒരു അമിതമായ പ്രാധാന്യം നൽകുകയും അമിതമായ ഗൗരവം നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തർക്കങ്ങളും ഈ കേസും ഒക്കെ എന്നുള്ള ആക്ഷേപമുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? രാജീവ്, ഞാൻ ഈ സത്യത്തിൽ ഈ വാർത്ത ഇത് ലൈവായിട്ട് പോകുമ്പോൾ കണ്ട ആളല്ല. പക്ഷെ ഈ വാർത്ത പോയി എനിക്ക് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഒരു 2-3 പേര് എനിക്ക് വാർത്തയുടെ ക്ലിപ്പ് അയച്ചു തന്നിട്ട് എന്ത് മര്യാദകേടാണ് എന്ന് പറഞ്ഞ് അതോടുകൂടി അങ്ങനെയാണ് അവർ എനിക്കതായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിലൊരു മര്യാദകേടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ജേർണലിസ്റ്റ് ആവണമെന്നില്ല. എനിക്ക് അയച്ചു തന്ന ആൾക്കാർ ആരും ജേർണലിസ്റ്റുകളല്ല. എൻ്റെ സുഹൃത്തുക്കളായ മനുഷ്യർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത, പക്ഷേ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായ മനുഷ്യർ എനിക്ക് ഇതിൻ്റെ ക്ലിപ്പ് അയച്ചതിട്ട് പറഞ്ഞു, എന്തൊരു മര്യാദകേടാണ്, നിങ്ങൾ എവിടെ വരെയാണ് പോകുന്നത് കേരളത്തിലെ മാധ്യമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അട്ടർ ഡിസ്ഡെയിൻ ആണ് അതിൻ്റെ അകത്ത് അവർ റിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അതിലൊരു വലിയ മര്യാദകേടുണ്ട്. ഈ മാതിരിയുള്ള റിപ്പോർട്ടിങ്ങിൽ ഒരു വലിയ മര്യാദകേടുണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയപരമായ റെഫറൻസുകൾ നടത്തുമ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുന്നത് ഒന്നുണ്ട്. അത് നടക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു ചെറിയ പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക? അങ്ങനെയൊക്കെയായിരുന്നു എന്നോട് ആൾക്കാർ ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ സാധനം കാണുന്നത് തന്നെ. അതാണ് രാജീവ് അതിൻ്റെ പ്രശ്നം. അതിൻ്റെ അകത്ത് മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ സാധാരണ മനുഷ്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ സെൻസിബിലിറ്റിയും ഉണ്ടാകണം എന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് മാധ്യമപ്രവർത്തകൻ്റേത്. ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതാണ് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വസ്തുത, ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കർ, ഒരു ഡിഫറൻഷിയേറ്റർ. അതല്ലെങ്കിൽ വർത്തമാനം പറയുന്ന എല്ലാവരും ജേർണലിസ്റ്റുകളാവില്ല. അങ്ങനെയല്ലത്. അതൊരു പ്രൊഫഷൻ ആകുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു അട്ടർ ജേർണലിസ്റ്റിക് ഫെയിലിയർ എന്ന് ഞാൻ പറയും. വാട്ട് എവർ ദാറ്റ് ദേ ഹാവ് ഡൺ, വെദർ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് ഓർ നോട്ട് ഈസ് ടു ബി ഡിസൈഡ്, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ജേർണലിസ്റ്റിക് സെൻസിബിലിറ്റിക്ക് അപ്പുറത്താണ് എന്ന് പറയാൻ യാതൊരു മടി എനിക്കില്ല. റൈറ്റ്. നമ്മൾ ഈ ജേർണലിസ്റ്റിക് സെൻസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച്, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ സമകാലികമായി ഒരുപാട് കോണുകളിൽ നിന്ന് ഉയരുന്നൊരു കാലമാണ്. ഇത് നടക്കുന്നത് മാധ്യമപ്രവർത്തനമാണോ അതോ
നമ്മൾ മുൻകാലത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന സീരിയലുകളുടെയൊക്കെ തുടർച്ചയാണോ ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്നുള്ള പേരിൽ അവതരിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി എങ്ങനെ വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം, ഇതിനങ്ങനെ പ്രത്യേകിച്ച് വ്യവസ്ഥയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആളുകളെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനുള്ളൊരു പ്രവർത്തനമാണ് എന്നുള്ള തോന്നലൊന്നും വേണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ ബാക്കിയായിട്ടാണോ ഇത് സംഭവിക്കുന്നത്? രാജീവ്, എനിക്കിത് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നതല്ല, ഞാനിത് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആവർത്തനമായിട്ട് അവർക്ക് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിലാണ് ഞാനിത് നോട്ടീസ് ചെയ്യുന്നത്. ഒന്ന്, ആദ്യത്തേത് എന്നുള്ളത് എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാപനം പതുക്കെ ഇല്ലാതെ ആയി. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ, കേരളത്തിൽ മാത്രമല്ല അക്രോസ് ന്യൂസ് ചാനലുകൾ എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാപനം തന്നെ ഏകദേശം ഇല്ലാതായിട്ടുണ്ട്. എഡിറ്ററുടെ പണി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഈ ജേർണലിസം എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മുടെ ഇപ്പം നാട്ടിലെ വക്കീലന്മാർക്കോ അധ്യാപകർക്കോ ഡോക്ടർമാർക്കോ വേണ്ട തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ നിയമപരമായി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പണിയാണ്. അപ്പം ആർക്കും ജേർണലിസ്റ്റ് ആകാം. ജേർണലിസ്റ്റുകൾ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് ഉണ്ട് എന്നുള്ളതല്ലാതെ നമ്മളെല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ട ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അറ്റം ചേർന്ന് നടക്കുന്ന വളരെ കൃത്യമായ നിയമപരിധികൾ കൊണ്ട് നിയന്ത്രിക്കാത്ത ഒരു പ്രൊഫഷനാണ് ജേർണലിസം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്തു നിന്നൊരു പ്രൊഫഷൻ ഉണ്ടായി വരിക? ആ പ്രൊഫഷൻ ഉണ്ടായി വരിക എന്നുള്ളത് വാർത്തകളെക്കുറിച്ചുള്ള, വാർത്തകളുടെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകളുടെ ഒരു സംഘമായി മാറുമ്പോഴാണ് അതൊരു പ്രൊഫഷനായി മാറുന്നത്. അവിടെയാണ് ഒരു എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാപനം വരിക. ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാവുക, വാർത്തകളെ പരിശോധിക്കുക, വാർത്ത പോകേണ്ടതാണോ പോകേണ്ടതല്ലാത്തതാണോ, പോകുകയാണ് എങ്കിൽ എന്തൊക്കെ ചേർന്നാണ് ആ വാർത്തകൾ പോകേണ്ടത്, അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അസസ് ചെയ്യാൻ പറ്റുന്ന ഈ എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാപനം. എഡിറ്റർ എന്ന് പറയുമ്പം ഈ ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഡെസ്കിലിരിക്കുന്ന ഒരാൾ മാത്രമല്ല, റിപ്പോർട്ടറിൻ്റെ ഉള്ളിലും ഒരു എഡിറ്റർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഏതാണ് വാർത്ത എന്നറിയാൻ പറ്റുന്ന, ഇത് പറയുകയിൽ മാത്രമല്ല ഇതിന് എന്തൊക്കെ വേണം ഈ വാർത്തയ്ക്കകത്തുള്ളിൽ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു എഡിറ്റർ റിപ്പോർട്ടറുടെ ഉള്ളിലുമുണ്ട്. അത് കഴിഞ്ഞാണ് റിപ്പോർട്ടർ അയക്കുന്ന വാർത്ത എഡിറ്ററിന് മുമ്പിൽ എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ എഡിറ്റർ എന്ന സ്ഥാപനം ഇല്ലാതായതോടുകൂടി ആദ്യം ഇതില്ലാതായത് റിപ്പോർട്ടറുടെ മനസ്സിലാണ്. റിപ്പോർട്ടർക്ക് പിന്നെ അയാളുടെ പുറത്ത് കൺട്രോളുകളെ ഇല്ലാതെ ഒരവസ്ഥ വന്നിട്ടുണ്ട്. അയാൾക്ക് എന്താണ് വാർത്ത, എന്താണ് വാർത്തയല്ലാത്തത് എന്ന് യാതൊരു തരത്തിലുള്ള പരിശോധനയും ആവശ്യമില്ലാത്ത ഒരവസ്ഥ അയാൾക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിൻ ഭാഷ പറഞ്ഞ വായി വരുന്നത് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ടെലിവിഷൻ റിപ്പോർട്ടിംഗ് മാറിയിട്ടുണ്ട്. അത് അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയും, അത് യാതൊരു തരത്തിലുള്ള ചെക്കുമില്ലാതെ അത് പ്രോസസ്സിങ് എല്ലാ മാധ്യമങ്ങൾക്കും ആ പ്രോസസ്സ്, സാമൂഹ്യ മാധ്യമങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വിഷ്വൽ മീഡിയകൾക്ക് മുഴുവൻ ആ പ്രോസസ്സ് ഉണ്ട്. റിപ്പോർട്ടർ ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടുന്ന് പിന്നെ ഡെസ്കിൽ കൂടി പോയിട്ടാണ് അത് മനുഷ്യരിലേക്ക് എത്തുക, പുറത്തുള്ള പ്രേക്ഷകരിലേക്ക് എത്തുക. അപ്പം അവിടെ ഡെസ്കിലും അതില്ലാതെയായി മാറി. അപ്പം എഡിറ്റർ ഇല്ലാതെയായി മാറി, സംശോധകൻ ഇല്ലാതെയായി മാറിയ ഒരവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും റിപ്പോർട്ടറോട് ആരും ചോദിക്കാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് എഡിറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഇല്ലാതാകൽ. രണ്ടാമത്തെ പ്രശ്നം, അതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഞാനിപ്പോൾ കാണുന്നത് അടുത്തായിട്ടാണ് അത് കാണുന്നത്, അത് വാർത്തകളല്ലാതെ മാറുകയും കെട്ടുകാഴ്ചകൾ വാർത്തകളാവുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പിന്തുടർന്ന് വരുന്ന അടിസ്ഥാനപരമായ ചില വിവരശേഖരണമുണ്ട്. ആ വിവരശേഖരണം രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ ചിലപ്പോൾ അത് മുഴുവനായിട്ട് അപ്രത്യക്ഷമാകുകയും ഈ സംഭവത്തിൻ്റെ വിശദീകരണം വളരെ വലുതാകുകയും ചെയ്യും. ഇപ്പം നമ്മൾ അത് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു നമ്മളുടെ ശിരൂർ അവിടെ പുഴയിൽ കാണാതായി പോയ അർജുൻ എന്ന ഡ്രൈവറെ കുറിച്ചുള്ള വാർത്തകൾ. ഒരു മലയാളി കേരളത്തിൻ്റെ പുറത്ത് നിന്ന നിമിഷത്തിൽ അപ്രത്യക്ഷമാകുന്നു. അയാൾ ഓടിച്ചിരുന്ന വാഹനം കൂടി നിന്ന നിമിഷത്തിൽ അപ്രത്യക്ഷമാകും. അത് പിന്നെ അയാളുടെ ബോഡിയോ മറ്റോ അയാളില്ല, അയാളുടെ ബോഡി പോലുമില്ല, അയാളുടെ ലോറി പോലുമില്ല. അപ്പം അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള എല്ലാ മനുഷ്യരുടെയും ആകാംക്ഷയുണ്ട്. അതിൻ്റെ അകത്ത് പിന്നീടുള്ള വാർത്ത എന്നുള്ളത് തെരച്ചിലുമായി ബന്ധപ്പെട്ട
വളരെ ചെറിയ വാർത്തകളും പിന്നെ അവസാനത്തെ ഒരു ഫൈൻഡിങ്ങും. ആളെ കണ്ടെത്താനായെങ്കിൽ അങ്ങനെ, ലോറി കണ്ടെത്താനായെങ്കിൽ അങ്ങനെ, ഇനി അതല്ല അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ബാക്കിയുണ്ടാകുന്നത് എങ്കിൽ അങ്ങനെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്ക് മാത്രം സ്കോപ്പുള്ള ഒരു കാര്യം. നിങ്ങൾ ഓർക്കുകയാണെങ്കിലും കേരളത്തിലെ 24/7 എത്ര ദിവസമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലൈവ് പോലെ കൊടുത്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അവിടെ നിന്നും വാർത്തകളൊന്നുമില്ല. അവിടെ നിന്ന് നമുക്കെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. അത് അയാൾ തിരിച്ച് ഏതെങ്കിലും കാരണവശാൽ അയാൾ ജീവനോടെ ഉണ്ടോ, മനുഷ്യരൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം അതൊഴികെ ബാക്കിയെല്ലാം ഉണ്ട്. ആ വാർത്ത അതൊഴികെ അത് പറയാൻ ആർക്കും പറ്റത്തില്ല. കാരണം അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് വാർത്തകൾ ഇല്ലാതായപ്പോഴത്തേക്കും പിന്നെ അവിടെ കാണുന്നതൊക്കെ വാർത്തകളായി മാറുന്ന അവസ്ഥ. ഓരോ സംഭവങ്ങളിലും വാർത്ത സൃഷ്ടിക്കാനുള്ള ശ്രമം. ഇങ്ങനെ മനുഷ്യരെ ഒരുവിധം മായക്കാഴ്ചയിലേക്ക്, കെട്ടുകാഴ്ചയിലേക്ക് കൊണ്ടുപോയി മനുഷ്യരെ അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു അതിവിചിത്രമായ ഒരു സംഭവം. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ മായുകയും കെട്ടുകാഴ്ചകളായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ള അങ്ങേയറ്റം അതിവിചിത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് എഡിറ്ററുടെ അപ്രത്യക്ഷമാകലും വാർത്ത കെട്ടുകാഴ്ചയാകലും, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പം നമ്മൾ ഈ യുവജനോത്സവം റിപ്പോർട്ട് ചെയ്യുമ്പോഴും കാണുന്നത്. യുവജനോത്സവത്തിലെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ യുവജനോത്സവത്തിലെ റിപ്പോർട്ടിംഗ്. കുട്ടികൾ അവരുടെ, എനിക്കൊന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ എന്തുമാത്രം മനുഷ്യർ, ആയിരക്കണക്കിന് കുട്ടികൾ വരുന്നു. അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യത്തിന് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അവിടുത്തെ മത്സരമോ അതല്ലെങ്കിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളോ അവരുടെ കലാരൂപങ്ങളോ അല്ല പലപ്പോഴും റിപ്പോർട്ടായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ റിപ്പോർട്ടർമാർ ഇറങ്ങി നടന്ന് വർത്തമാനം പറയുന്നു, അവരാടുന്നു, പാടുന്നു, അവർ വർത്തമാനം പറയുന്നു, അത് വാർത്തയായി മാറും. അതല്ലല്ലോ വാർത്ത, അത് വാർത്തയല്ല, അവരുണ്ടാക്കുന്ന. അപ്പം അങ്ങനെ ഇല്ലാത്ത വാർത്ത കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ആളുകൾ അവരുടെ ഭാവന മുഴുവൻ ഉപയോഗിക്കുകയും, റിപ്പോർട്ടർമാരെന്ന് പറഞ്ഞ് മൈക്ക് കൊടുത്തിറങ്ങുന്ന ആളുകൾ അവരുടെ ഭാവന മുഴുവൻ ഉപയോഗിക്കുകയും അവർ പുതിയ പുതിയ കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യും. അതിന് എൻഡില്ല. വാർത്തയ്ക്ക് എൻഡുണ്ട്. എല്ലാ വാർത്തകൾക്കും അത് ക്ലാസിക്കലി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. വാർത്തകൾക്കൊക്കെ എൻഡുണ്ട്. പക്ഷേ ഈ കെട്ടുകാഴ്ചയ്ക്ക് എൻഡില്ല. അതിന് ഏർപ്പെടുത്താൻ പറ്റുന്ന എംബലിഷ്മെന്റ്സ്, അലങ്കാരങ്ങൾക്ക് അതിന് പരിധികളില്ല. അപ്പോൾ ആ പരിധികളില്ലാത്ത എംബലിഷ്മെന്റ്സിന് വേണ്ടി പോകുമ്പോഴാണ് ഇമാതിരിയുള്ള അസംബന്ധങ്ങൾ നടക്കുക. അത് പലപ്പോഴും ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാർത്താ സമ്പാദനവുമായി വാർത്താ വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് നിയമത്തിന്റെ പരിധിയും കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വാർത്താന്വേഷണം ഇപ്പം നമ്മൾ കെട്ടുകാഴ്ചകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സമീപകാലത്ത് മാധ്യമങ്ങളുടെ ഒരു പതിവ് രീതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ മത്സരം നടക്കുന്നു മാർക്കറ്റിൽ. മുൻപിൽ അല്ലെങ്കിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനത്തിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ മുന്നിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന കെട്ടുകാഴ്ചകൾ. ഇപ്പോൾ അതൊരു പക്ഷേ ഷിരൂർ മാത്രമല്ല, അങ്ങനെ ഉദാഹരിക്കാൻ ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷേ ആ കെട്ടുകാഴ്ചകളൊക്കെ നടക്കുമ്പോഴും നിയമപരമായ ചില പരിധികൾ ഇതിനുണ്ട് എന്നൊരു ബോധ്യം നമുക്കില്ലാതായി പോകുന്നുണ്ടോ? അതിപ്പോൾ കേവലം ഒരു റിപ്പോർട്ടർക്ക് മാത്രമല്ല, ഒരു ചാനലിൻ്റെ എഡിറ്റോറിയൽ അധികാര ശൃംഖലയുടെ മോൾ മുതൽ താഴെ വരെയുള്ള ആളുകൾക്കൊന്നും ഇതിന് ചില നിയമപരമായ പരിധികളുണ്ട്. ഇത് ചെയ്യുന്നത് നിയമപരമായി പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ പരിധി നമ്മൾ കൂടാത്തതാണ് എന്ന് തോന്നൽ അതില്ലാതായി പോകുന്നു. അതുപോലും വേണ്ടതില്ല ഈ മത്സരകാലത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിയോ? പക്ഷേ എനിക്ക് തോന്നുന്നത് ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. ജേർണലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച്, വാർത്താ സമ്പാദകനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ട്. ചെയ്യുന്നത് ജേർണലിസം അല്ലാതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാതാവുമല്ലോ. പിന്നെ വരുന്നത് ഈ കെട്ടുകാഴ്ച എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ അന്വേഷണമാണ്. ആ അന്വേഷണത്തിന് നമ്മുടെ നിയതമായ അവസ്ഥയിൽ അതിന് പരിധികളൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ജേർണലിസം ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ അറിയുന്ന കെട്ടുകാഴ്ച ഉണ്ടാക്കുന്നതിൻ്റെ പരിധികളെ, വാർത്ത എഴുതുമ്പോഴുള്ള പരിധികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഒക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മളത് ട്രെയിൻഡാണ്. ജേർണലിസ്റ്റുകളെല്ലാം ട്രെയിൻഡാണ്. എവിടം വരെ പോകാം,
നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാമെന്നുള്ളതിനെ കുറിച്ച് സമ്പാദകർ, റിപ്പോർട്ടർമാർ ദേ നോ ഇറ്റ്. പക്ഷെ കെട്ടുകാഴ്ചയായി കഴിയുമ്പോഴത്തേക്ക് അത് ടോട്ടലി ഡിഫറെൻ്റ് ആയി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന ആള് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയാലാണ് അയാൾ ഇതിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുക എന്നുള്ള. മറ്റൊരു വാർത്തയിൽ നമുക്ക് വാർത്ത പിടിച്ചിരുത്തുന്നു, അതിൻ്റെ അകത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ഇടാവുന്നതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ നമുക്ക് മുമ്പുണ്ടായിരുന്ന ജനറേഷനിൽപ്പെട്ട വലിയ ജേർണലിസ്റ്റുകൾ ഇതിൻ്റെ ഇപ്പോൾ അതിൻ്റെ അലുക്കുകളിലല്ലല്ലോ, അവരുടെ ഹാർഡ് വാർത്തകളാണ്, അതാണ് അവരെ പിടിച്ചിരുന്നത്. ഇപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് ബോസായിട്ടുള്ള ടെക്കൻ ക്രോണിക്കിളിൻ്റെ റെസിഡന്റ് എഡിറ്റർ ആർ മോഹൻ, അദ്ദേഹം പിന്നെ ക്രിക്കറ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നതിൻ്റെ ഭംഗി കൊണ്ട് മാത്രം പത്രം വാങ്ങുകയും ക്രിക്കറ്റ് വായിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് റിസൾട്ട് അറിയണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം പോകണം, ചിലപ്പം വേറെ വാർത്തയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. എഴുത്തിൻ്റെ ഭംഗി കൊണ്ട് അതങ്ങനെ നമുക്ക് ആ ഒരു ആർമോഹനമുള്ള. അദ്ദേഹം എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട്ട് എല്ലാ ദിവസവും മീറ്റിംഗ് ഇരിക്കുമ്പോൾ അന്ന് നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നല്ലോ, മനുഷ്യൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതം കൂടാറുണ്ട്. അത് ചില മനുഷ്യരുടെ സിഗ്നേച്ചർ, അത് അവരുടെ സ്കില്ലാണ്. ഭാഷയുടെ പുറത്ത് ഈ കളിയെക്കുറിച്ചുള്ള അവർ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള അറിവ്, അത് വലിയ ഇൻസൈറ്റുകൾ ഉണ്ടാക്കുന്നത്. അതൊരു ആഘോഷമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് ഒരു പ്രത്യേക സ്കില്ലാണ്. അതെല്ലാവർക്കും എപ്പോഴും നടക്കുന്ന കാര്യമല്ല. ആ സ്കില്ലില്ലാതെ പിന്നെ തന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ് മനുഷ്യർ ഈ പരിധി വിട്ടു പോകുന്നത്. ആ പരിധി വിട്ടു പോകുന്നതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചെയ്യുന്ന പണി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണിയല്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മിസ്മാച്ചിൽ അവർ വെള്ളത്തിലിറങ്ങുകയും മുങ്ങുകയും അവർ മുഴുവൻ മുങ്ങി കുളിരില്ലാതായി മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവരറിയാതെ പോകുന്ന നിഷ്കളങ്കരായ പാവം കുട്ടികൾ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചെയ്യരുത് എന്ന് അവർക്കറിയാവുന്ന, സമൂഹത്തിനറിയാവുന്ന, ജേർണലിസം ഒരു തമാശകളിയല്ല എന്നറിയാവുന്ന മനുഷ്യരൊക്കെ തന്നെയാണ് ഇവർ. അപ്പോൾ അവർ വേറെന്തോ മോട്ടീവോടുകൂടി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യലായിട്ടുള്ള ജേർണലിസത്തിൻ്റെ എത്തിക്സ് എന്ന് ചേരാത്ത തരത്തിലുള്ള മോട്ടീവുമായി അവർ ഈ പണിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള ദുരന്തം ആണിത്. അതാണ് നമ്മളിപ്പം ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ കാണുന്നത്. ഇതൊന്നല്ല, പല പ്രാവശ്യമുണ്ട്. ഈ സ്പെക്ടക്കിൾ ക്രിയേഷനാണ് ജേർണലിസം എന്നുള്ള തോന്നലിൽ നിന്നാണ്, ആ ധാരണയിൽ നിന്നാണ് ഇത്തരം അസംബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് പലപ്പോഴും നിയമവുമായി നേരിട്ട് മുഖാമുഖം വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. അത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. അത് ജേർണലിസത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ജേർണലിസത്തിൽ ചില പ്രിവിലേജുകൾ മനുഷ്യർക്കുണ്ട്. അതൊന്നും നിയമപരമായി ഒരു സോഴ്സ് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് നിയമപരമായി അതിന് സാധ്യതയുള്ള ഒരു എക്സ്റ്റൻഷൻ ഓഫ് ദ ലോ. അതുകൊണ്ട് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടാത്ത അവസ്ഥയിലേക്ക് ജേർണലിസം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ കെട്ടുകാഴ്ച റിപ്പോർട്ടിംഗ് പോകുന്നുണ്ടെങ്കിൽ എഡിറ്റർമാർ തിരിച്ചു വരണം. വാർത്ത കെട്ടുകാഴ്ച അല്ല എന്ന് ബോധമുള്ള മാധ്യമ മാനേജ്മെന്റുകൾ ഉണ്ടാവണം. അതില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് ജേക്കബ്, ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് പല കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഒരു കെട്ടുകാഴ്ച എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന വാർത്തയായി അവരവതരിപ്പിക്കുന്ന ചില സംഗതികൾ, അതിനൊക്കെ കിട്ടുന്ന സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന സ്വീകാര്യത, അതിൻ്റെ കണക്കുകൾ, ഒഫീഷ്യലി കിട്ടുന്ന റേറ്റിങ്ങുകൾക്ക് അപ്പുറത്തുള്ള ചില കണക്കുകൾ നമ്മളുടെ മുമ്പിലേക്ക് വെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് വലിയ തോതിൽ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിതമാക്കുന്നുണ്ടോ ജേർണലിസ്റ്റുകളെ? അതാണോ ജനം ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റുമോ? ഈ ജേർണലിസം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൽ ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ അതിൻ്റെ സംഭവിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠിപ്പിക്കലല്ല, ഒരു സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരസ്പര ചർച്ചയിലൂടെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇപ്പം നമ്മൾ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാകുന്ന ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ശ്രമം, അതാണ് ഭരണഘടന. അതുപോലെ തന്നെയാണ് ജേർണലിസത്തിൽ മനുഷ്യരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള, എല്ലാവരെയും പഠിപ്പിച്ചു കളയാമെന്നുള്ളതല്ല, പക്ഷെ ഇതാണ് ശരി എന്ന് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള നിരന്തരമായ ഒരു പ്രവർത്തനം കൂടിയാണ് ജേർണലിസം, മാധ്യമ പ്രവർത്തനത്തിൽ നടക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തൊക്കെയാണ് നമ്മളതിന് സംഭവിക്കുന്നത്, അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഇങ്ങനെ പോയാൽ എങ്ങനെ പോകും, എവിടെ എത്തും, ഇത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ സമൂഹത്തെ നിരന്തരം ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പണി കൂടിയാണ് മാധ്യമ പ്രവർത്തനം. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഞങ്ങൾക്ക് ആളുകളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഏത് കുഴി വരെയും പോകും എന്നുള്ള നിലപാടിന് അതിന് യാതൊരു സാങ്കത്യവുമില്ല, അതിന് യാതൊരു നിലനിൽപ്പുമില്ല. ആളുകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഡ്ഢിത്തരം കാണിക്കുന്നതിന്, അസംബന്ധം കാണിക്കുന്നതിന്, നിയമനിഷേധം കാണിക്കുന്നതിന് യാതൊരു ലോജിക്കുമില്ല. നിങ്ങൾക്കൊരു കാര്യം, നടക്കുന്ന ഒരു കാര്യം, അത് നിയമത്തിന് വിരുദ്ധമായല്ലാതെ നിയമത്തിന് ചേരത്തക്ക വിധത്തിൽ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് കൊള്ളില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ ഏറ്റവും അധമമായ വികാരങ്ങൾ അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. മനുഷ്യരുടെ, നമുക്കെല്ലാവർക്കും ഉണ്ട്. 360 ഡിഗ്രിയിലും മനുഷ്യൻ്റെ സ്വഭാവമുണ്ട്. അതിനകത്ത് നല്ലത് കാണാനും ചീത്ത കാണാനും ഒക്കെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ആയിരക്കണക്കിന് നടന്നിട്ടുണ്ട്. ലോകത്തിലെല്ലായിടത്തും മാധ്യമ വിദ്യാർത്ഥികളും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ ഗവേഷണ സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലുള്ള പുതുമയില്ല. ഇത് മനുഷ്യരുടെ ഏറ്റവും അധമമായിട്ടുള്ള രസനകളെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ എല്ലാ കാലത്തും ഉണ്ട്. അത് കൊച്ചു പുസ്തകങ്ങളുടെ രൂപത്തിൽ പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ദൃശ്യ രൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് രൂപങ്ങളാണ് എന്ന് പറയുന്നതിൽ വലിയ കേമമുണ്ട് എന്ന് എനിക്ക് സത്യമായിട്ടും തോന്നുന്നില്ല. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും സർക്കാരിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഏത് സർക്കാരിനും തെറ്റുപറ്റും. എത്ര 916 സർക്കാരാണെന്ന് പറഞ്ഞാലും അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും, മനഃപൂർവ്വം പറ്റും, മനഃപൂർവ്വം അല്ലാതെയും പറ്റും. അപ്പൊ അത് അന്വേഷിച്ച് കണ്ട് നിങ്ങൾക്ക് സർക്കാരിനെ ആക്രമിക്കാം, സർക്കാരിന്റെ തെറ്റുകളെ അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടാം. അത് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ കഥകൾ ഉണ്ടാക്കി സർക്കാരിനെ ആക്രമിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ഏത് സർക്കാരിനെ എന്നുള്ളതല്ല, കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സാധനം വന ഭേദഗതി ബിൽ. അത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ബില്ലുകളിൽ ഒന്നാണ്. അത് ഒരു പ്രത്യേക ഫോഴ്സിന് ഒരു ന്യായവുമില്ലാത്ത തരത്തിലുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടാക്കുന്ന ഒരു ബില്ല്. ഇതിനെതിരെ എത്ര മാധ്യമങ്ങൾ സർക്കാരിനെ എതിരെ ആഞ്ഞടിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ഞാൻ കണ്ടെടുത്തോളം മലയാള മനോരമ എന്ന ഒരു പത്രം മാത്രമാണ് അതിനെതിരെ സീരിയസ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിൽ ധാരാളം മനുഷ്യരുടെ കൺസേൺ ആയിരുന്നു. ആ കൺസേണിനെ ഒരു വാർത്താ മാധ്യമത്തിന് ഉത്തരവാദിത്തോടുകൂടി സമീപിക്കുകയും അഡ്രസ്സ് ചെയ്യുകയും ഭരണാധികാരികളെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ എത്രയോ വലിയ ഉത്തരവാദിത്തമായിരുന്നു. അത് സർക്കാരിൻ്റെ തന്നെ ബില്ലാണ്. ഇതിനകത്ത് സർക്കാരിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ ബില്ല്. ആ ബില്ലിലുള്ള നിയമവിരുദ്ധത, അതിനകത്തെ മനുഷ്യത്വ വിരുദ്ധത, നാടിന് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദ്രോഹത്തെക്കുറിച്ച് പറഞ്ഞ് സർക്കാരിനെതിരെ അതിനു പകരം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയും മറ്റ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ് നാട്ടിൽ കൂടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് വസ്തുതകളെ മനുഷ്യരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പണിയറിയത്തില്ലാത്ത പണിക്കാരൻ ടൂളിനെ കുറ്റം പറയും എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ആളുകൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുന്നത് അസംബന്ധമായിട്ടുള്ള ഒരു വാദമാണ്. ആളുകൾക്ക് വേണ്ടതല്ല നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള നിങ്ങളുടെ സ്കില്ല് കൊണ്ട് അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് വരാൻ നിങ്ങൾ മനുഷ്യരെ നിർബന്ധിക്കുകയും ചെയ്യാണ്. ക്ലാസ് ആയിട്ടുള്ള മെച്ചപ്പെട്ട ജേർണലിസം, മെച്ചപ്പെട്ട വാർത്തകൾ ഉണ്ടാക്കി മനുഷ്യരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകളാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ഏറ്റവും അധമമായിട്ടുള്ള വികാരങ്ങളെ
തൊട്ട് ഉണർത്താൻ പറ്റുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, അത് പലപ്പോഴും ഇപ്പം നമ്മൾ ആ വാർത്തയിൽ കണ്ടതുപോലെ തികഞ്ഞ മര്യാദകേടിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരുണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് വളരെ വലുതാണ് എന്നുള്ള കേവലമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്തവരായിട്ട് മാറുന്നു. ഇതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ഈ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷമായി കേരളം വലിയ സാമൂഹ്യ പുരോഗതി നേടി എന്നൊക്കെ പറഞ്ഞാലും ഈ മൈക്കും നീട്ടി മുമ്പിൽ വരുന്ന ആളോട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഒരു സാധാരണ പൗരന് അവകാശമുണ്ട് എന്നുള്ള കാര്യം അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ മുമ്പിൽ പോയി നിന്നു കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ക്രൈം നടന്നു, ഒരു അപകടം നടന്നു, മരണം നടന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പോലും അവരുടെ പ്രൈവസിയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന മനുഷ്യരോട് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകുന്നു. അത് നമ്മൾ വകവെച്ചു കൊടുക്കും. അതിനകത്തേക്ക് ഇടിച്ചു കയറാനുള്ള മാധ്യമപ്രവർത്തകരുടെ ഇല്ലാത്ത അവകാശത്തെ നമ്മൾ വകവെച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം കണ്ണടച്ചു പോകുന്നത് കൊണ്ട് മാത്രം പിന്നെ വളർന്നു വരുന്ന ഒരു അസംബന്ധ പരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇതിലേക്ക് വരാൻ പോവായിരുന്നു. ഞാനിത് നേരത്തെ ശ്രീ ദിവാകരൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടാവുകയും റിസാല ശ്രീത്തുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയും ചെയ്യുന്നു. ഒരു ദുരന്ത മേഖലയിൽ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് നടക്കുക, കുറച്ചുകൂടെ മര്യാദയൊക്കെ പാലിക്കേണ്ടത് എന്നുള്ളൊരു ഡിബേറ്റ് നമ്മളന്ന് നടത്തിയിരുന്നു. അതും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിയമപരമായ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളുടെ കാര്യത്തിൽ, മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, മാധ്യമ റിപ്പോർട്ടുകളുടെ കാര്യത്തിലൊക്കെ സോഷ്യൽ ഓഡിറ്റിംഗ് വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഒരുപക്ഷെ ഈ റിപ്പോർട്ടിംഗ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നിയമപരമായ ചില നടപടികൾ എടുക്കുന്നു, ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നു, കേസ് എടുക്കുന്നു. ഇതെന്തെങ്കിലും തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? സോഷ്യൽ ഓഡിറ്റിംഗ് ആണെങ്കിലും ഈ ദുരന്തമുഖത്തെ റിപ്പോർട്ടിങ്ങുകളെക്കുറിച്ചുള്ള നിശിതമായ വിമർശനങ്ങളാണെങ്കിലും ഇപ്പോൾ നിയമപരമായി എടുക്കുന്ന നടപടികളാണെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നിയമപരമായ നടപടി വളരെ പെട്ടെന്നുള്ള ഗുണഫലം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കുറച്ച് പേര് ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, ഇപ്പം ഞാനും നിങ്ങളും വന്നിരുന്നു പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. വേറൊരു ഭാഗത്ത് ഇത് കൊള്ളാമല്ലോ, ഇത് ആസ്വദിക്കുന്ന ഒരു മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കുന്ന നമ്മളാരും പോയി അവരുടെ ഇത് കാണാതിരിക്കുകയും അവരുടെ TRPയെ സഹായിക്കുകയും ചെയ്യുന്നില്ല. അതേസമയം ഇത് കൊള്ളാം എന്ന് പറയുന്ന ആളുകൾ അവിടെ പോവുകയും ഇത് കാണുകയും അവരുടെ TRPയെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത് കൊണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു പോകും. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഏകദേശം ഒരു ദശകമായി ഒരു ഡെക്കേഡായിട്ട് കേരളത്തിൽ നടക്കുന്നത്, ഞാനതിനെ പലപ്പോഴും പറയുന്നത് മണൽ കൊണ്ട് കയറി വിരിക്കുക എന്നുള്ളതാണ്. യുക്തിഭദ്രമായി യാതൊരു കാര്യവുമില്ലാതെ ആളുകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നൊരവസ്ഥ ഇപ്പൊ കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ആകൃഷ്ടരായ മനുഷ്യരുണ്ട്. അവര് ഇത്തരം ഏത് അധമമായ വാർത്തകൾ ഇപ്പം നമ്മൾ കണ്ടതല്ലേ, ഈ കേരളത്തിലെ ഒരു തുറന്നാൽ വഷള് വർത്തമാനം പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം അയാൾ ജയിലിലായപ്പോൾ അയാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ, അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാളെ സ്വീകരിക്കാനൊക്കെയുള്ള അമ്മാതിരിയുള്ള മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യരെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, ഈ മാധ്യമങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം സോഷ്യൽ ഓഡിറ്റിംഗ് എന്നുള്ളത്, അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ അത് കേമമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിയമം അതല്ല. നിയമം തലയ്ക്ക് വെളിവുള്ള മനുഷ്യർ ഒരു സമൂഹത്തിന്റെ ആവശ്യമെന്ന നിലയ്ക്ക് ഇത് മുമ്പോട്ട് പോകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ്. അവിടെ പിന്നെ അതിന് നിയമത്തിന് ഭരണഘടനയുണ്ട്. ഭരണഘടനയ്ക്കകത്ത് നിന്ന് മനുഷ്യരുടെ അവകാശങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടായി കഴിയുമ്പം അതിന് പെനാൽറ്റി കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് നിയമം ഇടപെടുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനെ ഒട്ടും ലാഘവത്തോടു കൂടിയല്ല കാണുന്നത്. മാധ്യമ പ്രവർത്തനത്തിൽ നിയമം എവിടെയൊക്കെ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ സാധാരണഗതിയിൽ 24 മണിക്കൂറും ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നിയമം ഇടപെടുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു വളരെ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാത്തരം നമ്മുടെ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാത്തരം നിയന്ത്രണങ്ങളും കഴിയുമ്പോൾ പിന്നെ സ്റ്റേറ്റ് ഇടപെടണം എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം വേറെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ പ്രസ് കൗൺസിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഈ പ്രസ് കൗൺസിലൊക്കെ ഉണ്ടാക്കുമ്പം അത് സെൽഫ് റെഗുലേഷൻ എന്നുള്ള, മാധ്യമങ്ങൾ സെൽഫ് റെഗുലേഷന് മാത്രമേ വിധേയമാകാൻ പാടുള്ളൂ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈവൻ പ്രസ് കൗൺസിൽ പോലും പ്രവർത്തിക്കുക. അപ്പോൾ വളരെ ലിബറൽ ആയിട്ടൊരു സമൂഹം മാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുമ്പോൾ അതിനെ
ആ, ആ, അതിന് എന്താ പറയുക, അത്തരം എല്ലാ തരത്തിലുള്ള സാമൂഹ്യമായ ബാധ്യതകളെയും പുറംകാല് കൊണ്ട് തട്ടി കുറേ മനുഷ്യർ ഞങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ഇടപെടാതിരിക്കാൻ വയ്യ. അത് അങ്ങേയറ്റം ഭീഷണമായ ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ സാമൂഹ്യ നിയന്ത്രണങ്ങൾ വരുന്നില്ല എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. ഒരു സമൂഹം വീണ്ടും വീണ്ടും ഈ വീഴ്ച സർക്കിളിലേക്ക്, ഈ കുഴിയിലേക്ക് ചാടിക്കൊണ്ട് പിന്നെ ഇവർ ഇതിനേക്കാളും വഷളായിട്ടുള്ള ഒരു സമൂഹത്തെ അവർ സൃഷ്ടിക്കും. അവർ അതിനേക്കാൾ വഷളായിട്ടുള്ള ഒരു മാധ്യമ സംസ്കാരം ആവശ്യപ്പെടും. ആ സംസ്കാരം വീണ്ടും ഈ കുഴിയിലേക്ക് രണ്ടു കൂട്ടം കൊണ്ട് കുഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭം നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പം സ്റ്റേറ്റിനും നിയമത്തിനും ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റൂ. സോഷ്യൽ ഓഡിറ്റിംഗ് വിൽ ബി ഓഫ് നോ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് അങ്ങേയറ്റം ബോധവാനാണ്. സ്റ്റേറ്റ് മാധ്യമങ്ങളിലെ വാർത്തകളിൽ ഇടപെടുന്നു എന്നുള്ളത് ശരിക്കും ഭയപ്പെടേണ്ട, ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമം ഇടപെടുക എന്നുള്ളത് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് തന്നെയാണ്. വാർത്തയുടെ പേരിൽ ഇടപെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പത്രപ്രവർത്തകർ അതിനെങ്ങനെ അംഗീകരിക്കുന്നു ചോദിച്ചാൽ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അതായത് വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്നു. വാർത്തയല്ലാതെയായി മാറുകയും അത് സ്വാഭാവികമായി നിയമലംഘനം നടത്തുകയും ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഇടപെട്ടേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഗുണഫലമുണ്ടാക്കും. റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തൊരു ചെറിയ കാര്യമല്ലേ എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ അതിനപ്പുറത്ത് ഗൗരവമുള്ള തലങ്ങൾ ഇതിനുണ്ട്. വാർത്ത എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ കെട്ടുകാഴ്ചകളോ ഒരു സ്പെക്ടക്കിൾ ക്രിയേഷൻസോ ഒക്കെ ആയി മാറുമ്പോൾ അതിനുവേണ്ടി ഏത് തരത്തിലും പ്രവർത്തിക്കാൻ സന്നദ്ധരാകാൻ മടിയില്ലാത്തവരാകുമ്പോൾ അത് സംപ്രേഷണം ചെയ്യാൻ ഒരു എഡിറ്റോറിയൽ ശ്രേണിയുടെ ഏറ്റവും ഉന്നതതലത്തിലിരിക്കുന്ന ആളുകൾ പോലും തയ്യാറാകുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർ മടിക്കാതിരിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങൾ വേണ്ടതല്ലേ, ആ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി നിയമപരമായ ഇടപെടൽ ഉണ്ടാകേണ്ടതല്ലേ എന്ന സന്ദേഹങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.